നിങ്ങൾ അറിഞ്ഞോ, രാഹുൽ ഗാന്ധിക്ക് ഒടുവിൽ മനംമാറ്റം സംഭവിച്ചിരിക്കുന്നു. അതെ, വനിതാ ബില്ലിനെതിരെ നിരന്തരം പ്രശ്നമുണ്ടാക്കുകയും പാർലമെന്റിൽ അത് കീറിയെറിയാൻ കൂട്ടുനിൽക്കുകയും ചെയ്ത കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇതാ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ വക്താവായി അവതരിച്ചിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? കരിങ്കോട്ടിട്ട കോൺഗ്രസുകാർ ബില്ലിന്റെ കോപ്പികൾ വലിച്ചെറിഞ്ഞ ആ ദിവസങ്ങൾ രാഹുൽ ഗാന്ധി മറന്നാലും ഈ രാജ്യവും ആളുകളും മറക്കില്ല. രാഹുലിന്റെ പുതിയ നാടകത്തിന് ചുട്ട മറുപടിയുമായി കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും രംഗത്തെത്തിയിട്ടുണ്ട്. രാഹുലിന്റെ ചിന്തകളിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇനി ഒരൊറ്റ ഉപാധിയും വെക്കാതെ വനിതാ സംവരണ ബില്ലിനെ നിരുപാധികം പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്ന്. രാഷ്ട്രീയത്തിൽ ചിലപ്പോഴൊക്കെ ചില തമാശകൾ നടക്കാറുണ്ട്. പക്ഷേ അതിനേക്കാൾ വലിയ തമാശയാകുന്നത് സാക്ഷാൽ രാഹുൽ ഗാന്ധി സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും രാജ്യത്തെ സ്ത്രീകളുടെ ഊർജത്തെക്കുറിച്ചും വാചാലനാകുമ്പോഴാണ്. സ്വന്തം ചരിത്രം മറന്ന രാഹുൽ ഗാന്ധി രംഗത്തിറങ്ങിയപ്പോൾ സോഷ്യൽ മീഡിയ ചോദിച്ച ഒരേ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അന്ന് പാർലമെന്റിൽ നിങ്ങൾ കാണിച്ചതോ? വനിതാ സംവരണ ബില്ലിനെതിരെ നിലകൊള്ളുകയും പലവട്ടം അതിന്റെ വഴിമുടക്കുകയും ചെയ്ത അതേ കോൺഗ്രസ് നേതൃത്വമാണ് ഇന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സ്ത്രീകളുടെ കാവൽക്കാരായി വേഷം കെട്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത്. സംഭവം കണ്ട് ഒടുവിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് പരസ്യമായി പരിഹസിക്കേണ്ടി വന്നു. രാഹുലിന്റെ ചിന്തകളിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇനി ഒരൊറ്റ ഉപാധിയും വെക്കാതെ വനിതാ സംവരണ ബില്ലിനെ നിരുപാധികം പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്നുള്ളതാണ് ഇനി ഒരു ചോദ്യം ബാക്കിയാവുന്നത്. ചരിത്രത്തിലെ കറുത്ത പാടുകൾ മൂടിവെച്ച് പുതിയൊരു മുഖംമൂടി അണിഞ്ഞ രാഹുൽ ഗാന്ധിയുടെ പുതിയ നാടകത്തിന് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയം എന്നാണ്. സംഗതി സൂപ്പറാണ്. കാര്യങ്ങൾ വിശദമായി തന്നെ നമുക്ക് വിശകലനം ചെയ്യാം. ജനങ്ങളെ കബളിപ്പിക്കാൻ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നടത്തുന്ന ഇത്തരം നാടകങ്ങൾ ഇനിയെങ്കിലും നടക്കില്ലെന്ന് ജനം ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അന്ന് പാർലമെന്റിൽ ചരിത്രപരമായ ബില്ലിനെ എതിർക്കുകയും തടസ്സപ്പെടാൻ നോക്കുകയും ചെയ്തിട്ട് ഇന്ന് പെട്ടെന്ന് സ്ത്രീ പക്ഷാവാദികളായി വേഷം കെട്ടി വരുന്നതിലെ കാപട്യം നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് രാജ്യത്തെ സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. എന്നാൽ ഈ വീഡിയോ പുറത്തു വന്ന ഉടൻ തന്നെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു വളരെ രൂക്ഷമായ ഒരു ചോദ്യവുമായി രംഗത്തെത്തി. അതായത്, മുൻപ് നരേന്ദ്രമോദി സർക്കാർ വനിതാ സംവരണ ബില്ല് കൊണ്ടുവന്നപ്പോൾ അതിനെ ശക്തമായി എതിർക്കുകയും തടസ്സപ്പെടുത്തുകയും ചെയ്ത അതേ കോൺഗ്രസ് പാർട്ടി ഇന്ന് പെട്ടെന്ന് സ്ത്രീപക്ഷത്ത് സംസാരിക്കുന്നത് എന്തർത്ഥത്തിലാണ് എന്നതായിരുന്നു ആ ചോദ്യം. മാത്രമല്ല, യാതൊരു ഉപാധികളും വെക്കാതെ ഇനി വനിതാ സംവരണ ബില്ലിനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും വനിതാ സംവരണത്തെക്കുറിച്ചും കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ നടത്തുന്ന വാദമുഖങ്ങൾ തീർത്തും ഒരു നാടകമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാർ ചരിത്രപരമായ നാരി ശക്തി വന്ദൻ അധിനിയം പാർലമെന്റിൽ അവതരിപ്പിച്ച ഘട്ടത്തിൽ പ്രതിപക്ഷം സ്വീകരിച്ച നിലപാടുകൾ എന്തൊക്കെയായിരുന്നു എന്ന് രാജ്യത്തിന് നന്നായി അറിയാം. പാർലമെന്റിൽ വനിതാ സംവരണ ബില്ല് അവതരിപ്പിച്ച സമയത്ത് ബില്ലിന്റെ കോപ്പികൾ വലിച്ചെറിയുകയും അതിനെതിരെ വിവിധ തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്തവരാണ് കോൺഗ്രസ് നേതാക്കൾ. അന്നൊക്കെ ഈ ബില്ലിനെതിരെ ഒളിയമ്പ് വയ്ക്കുകയും അതിന്റെ വഴിമുടക്കാൻ ശ്രമിച്ചവരുമാണ് ഇന്ന് ഈ പെട്ടെന്ന് സ്ത്രീകളുടെ വലിയ അവകാശവാദികളായി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കിരൺ റിജിജു അടക്കമുള്ള മന്ത്രിമാർ ഇതിനെതിരെ ശക്തമായ പരിഹാസവുമായി രംഗത്ത് വന്നത്. രാഹുലിന്റെ ചിന്തകളിൽ വലിയൊരു മാറ്റം വന്നിരിക്കുന്നു എന്നത് സന്തോഷകരമാണ്. എങ്കിൽ ഇനി യാതൊരു ഉപാധികളും വെക്കാതെ ഒളിച്ചുകളികളില്ലാതെ വനിതാ സംവരണ ബില്ലിനെ നിരുപാധികം പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്നാണ് ചോദ്യം ഉയർന്നത്. ഈ ചോദ്യത്തിന് മുന്നിൽ എന്ത് മറുപടി നൽകണം എന്നറിയാതെ വിയർക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം. സ്ത്രീകളുടെ ആവിഷ്കാരമില്ലാതെ രാജ്യം അപൂർവമാണെന്ന് രാഹുൽ ഇന്ത്യയിലെ സ്ത്രീകളുടെ ഊർജം അടിച്ചമർത്തപ്പെട്ട നിലയിലാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. അവർക്ക് സ്വയം പ്രകടിപ്പിക്കാനും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും മതിയായ അവസരങ്ങൾ നൽകുന്നില്ല. സ്ത്രീകൾ സ്വതന്ത്രമായും പൂർണ്ണമായും സ്വയം പ്രകടിപ്പിക്കുകയും അവരുടെ കഴിവുകൾ നിറവേറ്റുകയും ചെയ്തില്ലെങ്കിൽ ഒരു രാജ്യത്തിനും വിജയിക്കാനാവില്ലെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. സ്ത്രീകളുടെ ആവിഷ്കാരമില്ലാതെ ഇന്ത്യ അപൂർവമാണെന്നും അതിന്റെ പൂർണ്ണ ശേഷി നഷ്ടപ്പെട്ടതാണെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് തൻ്റെ രാഷ്ട്രീയത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഒരു പ്രധാന ഭാഗം സമർപ്പിക്കണമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റം ദൃശ്യമാണെന്ന് റിജിജു കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള ഒരു നല്ല സന്ദേശമാണിതെന്നും അദ്ദേഹം പറയുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു വിഷയം വീണ്ടും ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഈ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ സന്ദേശത്തെ വനിതാ സംവരണ ബില്ലുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നതാണെന്ന് റിജിജുവിന്റെ പ്രസ്താവന. അപ്പോൾ സ്ത്രീകൾ അവരുടെ കഴിവിനനുസരിച്ച് മുന്നേറാനും അവരുടെ ശബ്ദം പ്രകടിപ്പിക്കാനും കോൺഗ്രസ് പാർട്ടി ആഹ്വാനം ചെയ്യുമ്പോൾ വനിതാ സംവരണ ബില്ലിനെ പിന്തുണയ്ക്കുന്നതിനെ കുറിച്ച് കോൺഗ്രസ് പാർട്ടി നിലപാട് വ്യക്തമാക്കുമെന്ന് എന്തായാലും പ്രതീക്ഷിക്കാം നമുക്ക്. വനിതാ സംവരണ വിഷയത്തിൽ ഭരണകക്ഷിയും കോൺഗ്രസ് പാർട്ടിയും തമ്മിലുള്ള രാഷ്ട്രീയ ചർച്ച ഈ പ്രസ്താവന കൂടുതൽ ശക്തമാക്കുകയാണ്. എന്നാലും ഇപ്പോൾ ഇനി സംഗതി അതുമല്ല സുഹൃത്തുക്കളെ, രാഹുൽ ഗാന്ധി പെട്ടെന്നൊരു സുപ്രഭാതം ഉറക്കം എഴുന്നേറ്റപ്പോൾ വല്ല ദിവ്യബോധവും ഉണ്ടായതാണോ എന്നാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ കോൺഗ്രസ് പാർട്ടി സഭയിലും പുറത്തും കയ്യും കെട്ടിയിരുന്ന, തടസ്സപ്പെടുത്തിയ അല്ലെങ്കിൽ വേണ്ടത്ര താല്പര്യം കാണിക്കാതിരുന്ന അതേ വനിതാ സംവരണ ബില്ലിന്റെ കാര്യത്തിലാണ് ഇപ്പോൾ ഈ ഡസൻ റിവേഴ്സ് ഗിയർ. പണ്ട് പാർലമെന്റിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ പ്രതിപക്ഷം സ്വീകരിച്ച നിലപാടുകൾ നമ്മളൊക്കെ കണ്ടതാണ്. അന്നൊക്കെ ഇതിനെതിരെ പല വഴിക്ക് പാര വെച്ചവരാണ് ഇന്ന് പെട്ടെന്ന് സ്ത്രീപക്ഷത്ത് നിന്ന് ക്ലാസ് എടുക്കാൻ വരുന്നത്. അതുകൊണ്ടാണ് കിരൺ റിജിജു അടക്കമുള്ളവർ ചോദിക്കുന്നത്, ഇത്രയും കാലം ഉറങ്ങുകയായിരുന്നോ എന്ന്, അതോ അടുത്ത തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പുതിയ വേഷം കെട്ടലാണോ ഇത് എന്ന്. നമ്മുടെ ഓർമ്മകൾ അത്ര പെട്ടെന്നൊന്നും മാഞ്ഞുപോകില്ല. നരേന്ദ്രമോദി സർക്കാർ ചരിത്രപ്രധാനമായ വനിതാ സംവരണ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കാൻ തുടങ്ങിയ നിർണായക നിമിഷം ഓർത്തു നോക്കൂ. അന്നൊക്കെ ഈ ഒരു ബില്ലിനെതിരെ എതിർത്ത് അത് കൈയടിച്ച് പാസ്സാക്കാതെ അതിനെ താഴ്ത്തിക്കെട്ടിയ അതേ കോൺഗ്രസ് നേതൃത്വം ഇന്ന് അവർ വാക്കുമാറ്റിയിരിക്കുകയാണ്. ഇരട്ടത്താപ്പ് എന്നല്ലാതെ ഇതിന് എന്താണ് പറയുക? ഇരട്ടത്താപ്പ് നയങ്ങൾ സ്വീകരിച്ചതും അതിന്റെ വഴിമുടക്കാൻ ശ്രമിച്ചത് ഈ കോൺഗ്രസ് ആണ്. മോദി സർക്കാർ ഏറ്റെടുത്തത് 100% ശരിയായ ചരിത്രപരമായ തീരുമാനമാണെന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് ഇത്രയും കാലം വേണ്ടി വന്നു. അതോ അന്ന് മനസ്സിലായിട്ടും രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് കണ്ണടക്കുകയായിരുന്നു? ഇപ്പോൾ സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിനായി പെട്ടെന്ന് ഇത്തരം ഒരു വീഡിയോയുമായി രംഗത്ത് വരുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്ന ഈ പ്രസക്തമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ എന്ത് മറുപടിയാണ് കോൺഗ്രസിന് നൽകാനുള്ളത്? ഇത്രയും നാണം കെട്ട ഇരട്ടത്താപ്പ് കാണിക്കുന്ന മറ്റൊരു പ്രതിപക്ഷം അല്ലെങ്കിൽ മറ്റൊരു നേതൃത്വം ഈ ലോകത്ത് വേറെ ഉണ്ടാകുമോ സുഹൃത്തുക്കളെ? അന്ന് പാർലമെന്റിൽ ആ ബില്ല് വന്നപ്പോൾ ഒറ്റയടിക്ക് കൈയടിച്ച് അത് പാസ്സാക്കാൻ എന്തായിരുന്നു ഇവർക്ക് ഇത്ര മടി? എന്നിട്ടിപ്പോൾ യാതൊരു ഉളുപ്പുമില്ലാതെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും പോസ്റ്റുകളുമായി വന്നിരിക്കുകയാണ്. സ്വന്തം മുഖം കറുത്തിരുന്നിട്ട് കാര്യമില്ല, ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, കൃത്യമായി വിലയിരുത്തുന്നുമുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അന്ന് വനിതാ സംവരണ ബില്ല് പാസ്സാക്കുന്ന വേളയിൽ സഭയിൽ കൈയടിച്ച് ആഘോഷിച്ച ഇവർ തന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്ന് പുതിയ വീഡിയോയുമായി രംഗത്ത് വന്നതിന് പിന്നിൽ എന്താണ് ലക്ഷ്യം? സ്ത്രീകളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും ആശയങ്ങളെയൊക്കെ മുൻനിർത്തി രാഹുൽ ഗാന്ധി പങ്കുവെച്ച ആ പോസ്റ്റ് ഇപ്പോൾ രാഷ്ട്രീയമായി വലിയ ചർച്ചയായിരിക്കുകയാണ്. എന്നാൽ വെറും വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല യഥാർത്ഥ രാഷ്ട്രീയമെന്ന് ജനം തിരിച്ചറിയുന്നുണ്ട്. സ്വന്തം നിലപാടുകളിലെ വൈരുദ്ധ്യങ്ങൾ തുറന്നു കാട്ടപ്പെടുമ്പോൾ ഇത്തരം പോസ്റ്റുകളിലൂടെ പ്രതിപക്ഷം നടത്തുന്ന നാടകങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെയാണ്. നാണമില്ലേ കോൺഗ്രസ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് കാണിക്കാൻ? അന്ന് പാർലമെന്റിൽ ആ ബില്ല് വന്നപ്പോൾ അതിനെ എതിർക്കുകയും അതിന്റെ വഴിമുടക്കാൻ നോക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ യാതൊരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ ഒരു പോസ്റ്റുമായി വന്നിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ നേതാവിന് ഏറ്റവും ആദ്യം വേണ്ടത് കൃത്യമായ ഒരു നിലപാടാണ്, അല്ലാതെ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും മാറ്റി പറയുന്ന ഈ വേഷം കെട്ടല്ല. എന്തായാലും ഒരു വട്ടം പ്രതിപക്ഷം തോൽപ്പിക്കാൻ നോക്കി എന്ന് കരുതി നരേന്ദ്രമോദി പിന്മാറില്ല സുഹൃത്തുക്കളെ. കാരണം അത് രാഹുൽ ഗാന്ധി അല്ല, പറഞ്ഞ വാക്ക് എന്ത് വില കൊടുത്തും പാലിക്കപ്പെടുന്ന, എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ശക്തനായ ഭരണാധികാരിയായ നരേന്ദ്രമോദിയാണ്. അല്ലെങ്കിലും നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ഇപ്പോൾ ഇത്തരത്തിലൊരു പോസ്റ്റുമായിട്ട് വരിക. കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിൽ ഈ ഒരു ബില്ല് പാസ്സാക്കാൻ നിന്നപ്പോൾ ഒരു കൂട്ടം പ്രതിപക്ഷ നേതാക്കൾ ഇതിനെ എതിർത്തു. എന്നിട്ട് അവർ എന്തു ചെയ്തു? അത് ആഘോഷിച്ചു. നമ്മളൊക്കെയും ദൃശ്യങ്ങളിൽ കണ്ടതാണ്. വളരെ എന്തോ നേടിയെടുത്തു എന്നുള്ള രീതിയിലായിരുന്നു ഒരു കൂട്ടം ആളുകൾ വലിയൊരു ആഘോഷമായിട്ട് അതിനെ എടുത്തു. പിന്നീട് ഇപ്പോൾ ഇതാ ഒരു പോസ്റ്റുമായിട്ട് സ്ത്രീകളെ പിന്തുണയ്ക്കുന്ന രീതിയിൽ വന്നിരിക്കുക. ഇരട്ടത്താപ്പ് എന്നല്ല എന്ത് പറയാൻ. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.